ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കാണുകയുണ്ടായി. എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന SIRDയുടെ ഡയറക്ടറൊക്കെ ആയിരുന്ന ശ്രീ പരീത് ബാവക്കൻ സാർ അവർകളാണ് എനിക്ക് വാട്സപ്പിൽ അത് അയച്ചു തന്നത്. സാധാരണ അദ്ദേഹം ഇതുപോലത്തെ പ്രധാനപ്പെട്ട വീഡിയോസ് കിട്ടിയാൽ എനിക്ക് അയച്ചു തരുന്നുണ്ട്. കാര്യം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളെന്നുള്ള നിലയിലാണ്. അതൊക്കെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ ഒരുപാട് സംഭാവനകൾ പിന്നെ ഈ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയൊക്കെയും അതുപോലെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ അമരത്വം അതുപോലെ തന്നെ ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും വളരെ സജീവമായി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോയിൽ വളരെ കൃത്യമായി ഒരു വിദേശി, ഒരു സായിപ്പെന്ന് നമുക്ക് പറയാം, സായിപ്പെന്ന് പറയാൻ വെളുത്ത ആളല്ല, നമ്മൾ ഈ വെളുത്ത ആളുകളാണ് സായിപ്പെന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതൊരു ആഫ്രിക്കൻ രാജ്യക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നെ വലിയ പ്രമുഖനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരില്ല, ആ വീഡിയോയിലില്ല. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നതാണ്. വിഷയം വളരെ സിമ്പിളാണ്. ഇന്ത്യക്കും കേരളത്തിനും ഇത് അത്യാവശ്യമുള്ള ഒരു വിഷയമാണ്, നമ്മൾ കേട്ടിരിക്കേണ്ട വിഷയമാണ്. പൊളിറ്റീഷ്യൻസ് വേഴ്സസ് ലീഡേഴ്സ് എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരും നേതാക്കളും, പൊളിറ്റിക്സ് ആൻഡ് ലീഡർഷിപ്പ്, രാഷ്ട്രീയവും നേതൃത്വവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ടോക്ക്. വളരെ കുറഞ്ഞ സമയമുള്ള ഒരു 3.5 മിനിറ്റുള്ള ടോക്കാണ്. ടോക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് യൂട്യൂബ് അല്ലാതെ വന്നൊരു ടോക്കാണ്. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. പൊളിറ്റീഷ്യൻസ് എപ്പോഴും 5 വർഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് കാലം, ഇപ്പോൾ ഇന്ത്യ വെച്ചാണ് 5 വർഷം, കേരളത്തെ വെച്ചാണ് തെരഞ്ഞെടുപ്പ് കാലാവധിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ലീഡേഴ്സ് ജനറേഷനുകളെക്കുറിച്ച് ചിന്തിക്കുന്നു. പൊളിറ്റീഷ്യൻ വോട്ടിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ലീഡേഴ്സ് രാഷ്ട്രത്തെക്കുറിച്ചും സംസ്ഥാനങ്ങളെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. എത്ര കൃത്യമാണ് ഉത്തരവെന്ന് പറയാം. ലീഡേഴ്സാണ് നമുക്ക് വേണ്ടത്. അവർ വിഷണറികളാണ്. പൊളിറ്റീഷ്യൻസ് പലപ്പോഴും ഒരു സർക്കിളിനകത്ത് നിൽക്കുന്നവരാണ്. ഒരാൾ മന്ത്രി ആയാൽ തൻ്റെ വകുപ്പിനപ്പുറം മറ്റൊന്നുമില്ല. തൻ്റെ വകുപ്പ് ക്ലിയർ ആക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സമയം ചിലവഴിക്കുക, അതിനപ്പുറമുള്ളൊരു വിഷൻ, അതും 5 വർഷത്തേക്കുള്ള ഒരു പരിപാടി. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇത് വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ ഭരണാധികാരികൾ വന്നാൽ, ഇപ്പോൾ VD സതീശൻ പുതിയ ഗവൺമെൻറ്റൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയ ഗവൺമെൻറ് വന്നാൽ ആദ്യത്തെ 6 മാസക്കാലം കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന ആളുകളെയൊക്കെ മാറ്റി പറ്റുന്ന ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ബഡ്ജറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയാണ്, ധവളപത്രം, ഇതെല്ലാം വരുമ്പോൾ 6 മാസം 7 മാസം 1 വർഷം ഒരു തയ്യാറെടുപ്പ് വർഷമായി അങ്ങ് പോകും. പിന്നെ 3 വർഷം നമുക്ക് ഭരിക്കാൻ കിട്ടും. അവസാന വർഷം 5-ാം വർഷം വീണ്ടും പിന്നെ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വർഷമായി പോകും. അപ്പോൾ 5 വർഷം അങ്ങനെ പോകും. ഇനി ഇതിനിടയ്ക്കാണ് സഹകരണ സംഘ തെരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ് നമുക്ക്. എപ്പോഴും എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് ഉണ്ടാവും. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ മാസങ്ങളോളം അതിൻ്റെ പുറകിലായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വിഷണറിമാരായിട്ടുള്ള ആളുകൾക്ക് ഭരിക്കുവാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ 5 വർഷത്തിനപ്പുറമുള്ള ഒരു കേരളത്തെക്കുറിച്ച്, 5 വർഷത്തിനപ്പുറമുള്ള ഒരു ഇന്ത്യയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സ്വപ്നം കാണാറില്ല. നല്ല നേതാവാരെന്ന് ചോദിച്ചാൽ വിഷണറി ആയിരിക്കണം, നല്ല സ്വപ്നം കാണുന്ന ആളായിരിക്കണം, നല്ല ഫിലോസഫർ ആയിരിക്കണം, നല്ല തിങ്കർ ആയിരിക്കണം, നന്നായി ചിന്തിക്കുന്ന ആളായിരിക്കണം, നന്നായി തത്വശാസ്ത്രം പഠിക്കുന്ന ആളായിരിക്കണം. പഠിച്ചാൽ മതി, അല്ലാതെ ഫിലോസഫി ഡിഗ്രി വേണമെന്നില്ല, നല്ല ആയിരിക്കണം. അപ്പോൾ പൊളിറ്റീഷ്യൻസ് എപ്പോഴും അടുത്ത ഇലക്ഷനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതേസമയം ലീഡേഴ്സ് ചിന്തിക്കുന്നത് ഒരു രാഷ്ട്രത്തെക്കുറിച്ചാണ്, ഒരു സമൂഹത്തെക്കുറിച്ചാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാം, വളരെ പെട്ടെന്ന് എന്ത് കൊടുക്കാം ചിന്തിക്കുമ്പോൾ, ലീഡേഴ്സ് ചിന്തിക്കുന്നത് വരുന്ന തലമുറയെ എങ്ങനെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ അനുഗുണമായ ഒരു തലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാകുന്നത്. ഇത് വളരെ ജെന്യുവൻ ലീഡേഴ്സ് റെസ്പോൺസിബിലിറ്റിയിലും ഉത്തരവാദിത്വത്തിലും വിസ്ഡത്തിലും ബുദ്ധിയിലും അതുപോലെ തന്നെ ലോങ് ടേം ഹ്യൂമൻ ഇൻ്റർവെൻഷനിലും ഹ്യൂമൻ വെൽഫെയർ മെഷേഴ്സിനും ഒക്കെയാണ് ഉദ്ദേശിക്കുക. റാദർ ദാൻ ഒരു പവറിൽ വരിക എന്നുള്ളത് അത് വളരെ കൃത്യമായി നമ്മൾ പറയുന്നത്. ഇത് ഒബ്സർവേഷൻ ക്ലിയർലി എക്സ്പ്ലെയിൻസ്, അതായത് ആ സായിപ്പിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ദീക്ഷണാശാലിയുടെ ഒബ്സർവേഷൻ ക്ലിയർലി എക്സ്പ്ലെയിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് ലീഡേഴ്സ്. ട്രൂ ലീഡേഴ്സ്, പൊളിറ്റീഷ്യൻ ആൻഡ് ട്രൂ ലീഡേഴ്സ്. പൊളിറ്റീഷ്യൻസ് മെയിൻലി തിങ്ക് അബൌട്ട് വിന്നിങ് ദ നെക്സ്റ്റ് ഇലക്ഷൻ എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് എങ്ങനെ
ജയിക്കാം. വൈൽ റിയൽ ലീഡേഴ്സ് തിങ്ക് അബൌട്ട് ദി ഫ്യൂച്ചർ ഓഫ് ദി നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറകളുടെ ഇന്ന് ജനിക്കുന്ന കുട്ടിയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഒരു ലീഡർ കൺസേൺ ആകുന്നത്. മറ്റവർ കൺസേൺ ആകുന്നത് 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്ന ആളുകളാണ് കൺസേൺ എന്നുള്ളതാണ്. ഇറ്റ് റിമൈൻസ് ദ പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ലീഡേഴ്സ് അബൌട്ട് ദെയർ വിഷൻ, പർപ്പസ്. അപ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് ലീഡർമാരോട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്ന് ചോദിച്ചാൽ, എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ അവർക്ക് പലപ്പോഴും പൊളിറ്റീഷ്യന്മാർക്ക് മറുപടി ഉണ്ടാകില്ല. ലീഡറാണെങ്കിൽ കൃത്യമായ മറുപടി ഉണ്ടാകും. അതിൻ്റെ പർപ്പസ് എന്താണ്, കൺസേൺ അബൌട്ട് എന്താണ്, സൊസൈറ്റിയെക്കുറിച്ചുള്ള കൺസേൺ എന്താണ്, ജസ്റ്റ് നോട്ട് പ്രോമിസസ് ആൻഡ് പ്രോജക്ട്സ്. പൊളിറ്റീഷ്യൻസ് നമുക്ക് തരുന്നത് വാഗ്ദാനങ്ങളും പദ്ധതികളും സ്കീമുകളുമാണ്. അതേസമയം ലീഡേഴ്സ് നമുക്ക് തരുന്നത് വളരെ കൃത്യമായിട്ടുള്ള നമുക്ക് ഒരു വെൽഫെയർ മെഷേഴ്സും ഒരു ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിയും ലോങ് ടൈം ആയിട്ടുള്ള പാരിസ്ഥിതിക സംരക്ഷണവും അടക്കമുള്ള കാര്യങ്ങളാണ് ലീഡേഴ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രം ആവശ്യപ്പെടുന്നത്, നമ്മുടെ കേരളം ആവശ്യപ്പെടുന്നത് ലീഡേഴ്സിനെയാണ്, നോട്ട് പക്ക പൊളിറ്റീഷ്യൻസ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ മോശമാണെന്നോ രാഷ്ട്രീയക്കാർ വേണ്ടെന്നോ അല്ല, രാഷ്ട്രീയക്കാർ ലീഡേഴ്സായി മാറണം. ലീഡേഴ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടത്. എ ട്രൂ ലീഡർ എന്ന് പറയുന്ന ആൾ വളരെയധികം വിഷനുള്ള ഒരു വിഷണറി ആയിരിക്കണം, തിങ്കറായിരിക്കണം, ഫിലോസഫറായിരിക്കണം, ഒരു ഡ്രീമറായിരിക്കണം, ഒരു വല്ലാത്ത ഒരു കോർഡിനേറ്റർ ആയിരിക്കണം, ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് തരത്തിൽ സമൂഹത്തെ ദീർഘവീക്ഷണത്തോടു കൂടി തൻ്റെ മുന്നിലുള്ള സമൂഹത്തെ 20, 25, 30, 40, 50 വർഷത്തേക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന, പിന്നെ വരുന്ന വർദ്ധിച്ചു വന്ന ജനസംഖ്യയെ കാണാൻ കഴിയുന്ന, ജനിച്ചു വരുന്ന ഓരോ കുട്ടിയെയും ഭാവിയിൽ വരുമ്പോൾ അവർക്കുണ്ടാക്കേണ്ടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വളരെ ദീക്ഷണാശാലികളായ ആളുകളെയാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. അവിടെയാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ, പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കൾ, ഞാൻ 2 പ്രധാനമന്ത്രിമാരുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ, വളരെ വലിയ നേതാക്കൾ ഒക്കെ എഴുന്നു നിൽക്കുന്നത്. വലിയ വിഷനാണ് നമുക്ക് വേണ്ടത്. വിഷനറിമാരാണ് ട്രൂ ലീഡേഴ്സ്, മിയർ പൊളിറ്റീഷ്യന്മാരല്ല. അവർ താൽക്കാലിക വോട്ടിനും താൽക്കാലിക പ്രോജക്റ്റുകൾക്കുമായി വന്ന് അരങ്ങൊഴിയുന്ന നായകർ മാത്രമാണ്. മറ്റവരാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ട്രൂ ലീഡേഴ്സിലാണ്.